In the previous class we have discussed about what is research design. Actually research design is a blueprint of a research. Okay, നമ്മൾ എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ഡിസൈൻ. എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്, എന്തെല്ലാം സ്റ്റേജസുകളുണ്ട് റിസർച്ച് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, selection of a problem or identification of research problem. Second stage, identification of research gap. Third stage, source of the information to be utilized. Fourth stage, nature of the study. Fifth stage, setting objectives and hypothesis. Sixth stage, geographical area to be covered. 7, socio-cultural context of the study. 8th one, identification of variable. 9th one, period of study. 10th one, dimension of the study. 11th one, basis for selecting the data. And 12th one, technique of the study and the control of error. These are the major steps in developing a research design. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, റിസർച്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ, എങ്ങനെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനെ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജാണ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ റിസർച്ച് എന്താണെന്നുള്ളതിന് വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. റിസർച്ച് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിന്, റിസർച്ചറെ മുമ്പിലുള്ള ഒരു പ്രോബ്ലത്തിന് സിസ്റ്റമാറ്റിക് വേയിലൂടെ സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു സമയത്തും ഒരു റിസർച്ചർ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ റിസർച്ച് ഡിസൈനിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ച് ഡിസൈൻ പ്ലാൻ വരക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എന്തിനാണ് നമ്മൾ പ്ലാൻ വരക്കുന്നത് എന്ന് നമുക്കറിയണമല്ലോ. അതുപോലെ തന്നെ റിസർച്ചിനൊരു പ്ലാൻ വരക്കുമ്പോൾ ഏത് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്ന റിസർച്ചിലൂടെ, ഏത് പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ഡിസൈനിൻ്റെ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പ്രോബ്ലം പല രീതിയിൽ ഒരു റിസർച്ചറെ മുമ്പിൽ പ്രോബ്ലംസുകൾ വരും. ഓക്കെ, ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അദ്ദേഹം ഡേ ബൈ ഡേ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം. ഓക്കെ, അഥവാ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അഥവാ ഒരു സ്റ്റഡി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലം ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ എന്താ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താ ഗെസ്. ഓക്കെ, ഒന്ന് ഗെസ് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാമല്ലോ. ഓക്കെ, അങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരു പ്രത്യേകമായിട്ടൊരു രോഗം ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാമല്ലോ, അതിന് ആ ഒരു രോഗം ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണ്. അതുപോലെ തന്നെ ഗെസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യുക, പ്രോബ്ലം കണ്ടെത്താം. അല്ലെങ്കിൽ റിട്ടൺ മെറ്റീരിയൽ, ഓക്കെ, എഴുതപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയലുകളിൽ നിന്ന് പ്രോബ്ലംസുകൾ കിട്ടും. പല ജേർണൽസുകൾ വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോബ്ലംസുകൾ കിട്ടും, റിസർച്ചിൻ്റെ ടോപ്പിക്കുകൾ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ കോൺവേഴ്സേഷൻ. ഓക്കെ, പല വ്യക്തികളുമായി സമ്പർക്കം, നമ്മൾ പല കോൺവേഴ്സേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ തോട്ടുകൾ, ഓക്കെ, അതും ഒരു റിസർച്ച് പ്രോബ്ലം ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഡേ ടു ഡേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, റിസർച്ച് ഫൈൻഡിങ്സ്, ഇങ്ങനെ പല മേഖലകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രോബ്ലംസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഡിഫറെൻറ്റ് സോഴ്സസുകളിൽ, നമ്മൾ ഈ പറയപ്പെട്ടത് മാത്രമല്ല അതിനപ്പുറവും ധാരാളം സോഴ്സസുകളുണ്ട്. പല സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളൊരു അടുത്തൊരു സെമസ്റ്ററിൽ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം കിട്ടുന്ന സോഴ്സസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതല്ല, ഇനി നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് റിസർച്ച് മെത്തേഡാണെങ്കിൽ റിസർച്ചർക്കുള്ള പ്രോബ്ലം ആര് തരും, ബിസിനസ്സിൻ്റെ മാനേജർ ഗീവ്. ഓക്കെ, ഇൻ ബിസിനസ് ദ മാനേജർ ഗീവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം.
ഓക്കെ, മാനേജർ എന്ത് ചെയ്യും, ഒരു റിസർച്ചറെ അപ്രോച്ച് ചെയ്തിട്ട് പറയും എൻ്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന പ്രോബ്ലംസുകളുണ്ട്, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, അതിനൊന്ന് റിസർച്ച് ചെയ്യാൻ ഒരു റിസർച്ചറെ അപ്പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അഥവാ മാനേജറാണ് ഇവിടെ എന്ത് ചെയ്യണത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം, ബിസിനസ്സിൽ എത്ര കണ്ട് എക്സ്പെൻസുകൾ കൂടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. നമ്മുടെ ബിസിനസ്സിൽ എക്സ്പെൻസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു റിസർച്ചറെ എന്ത് ചെയ്യാം, അപ്പോയിൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്, ഓവർ എക്സ്പെൻസസ് വരിക എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ ഇനി ഒരു റിസർച്ചർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് അതിനെന്ത് ചെയ്താൽ മതി, റിസർച്ച് നടത്തിയാൽ മതി. ഓക്കെ, അതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. നിങ്ങൾ അടുത്ത സെമസ്റ്ററിലും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട റിസർച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് എന്ത്, പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് എ റിസർച്ച് പ്രോബ്ലം വൺസ് കനോട്ട് എൻ്റർ ഇൻ ടു റിസർച്ച് ഡയറക്ട്ലി. ഓക്കെ, റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ റിസർച്ച് നടത്തിക്കൊള്ളാം എന്ന് ആരും കരുതരുത്. രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് ഐഡൻറ്റിഫൈയിങ് റിസർച്ച് ഗ്യാപ്പ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റിസർച്ച് പ്രോബ്ലത്തിന് റിസർച്ച് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, സെയിം പ്രോബ്ലത്തെക്കുറിച്ച് മറ്റാരെങ്കിലും എന്ത് ചെയ്തും പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചിട്ട് സെയിം സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ റിസർച്ച് ഗ്യാപ്പ്, നമ്മൾക്കൊരു ടോപ്പിക് കിട്ടിയാൽ അല്ലെങ്കിൽ പ്രോബ്ലം കിട്ടിയാൽ അതിൻ്റെ റിസർച്ച് ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ നമ്മളത് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, റിസർച്ച് ഗ്യാപ്പ് ഈസ് എ ക്വസ്റ്റ്യൻ ഓർ എ പ്രോബ്ലം ദാറ്റ് ഹാസ് നോട്ട് ബീൻ ആൻസർഡ് ബൈ എനി അതർ ഓഫ് ദി എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് ഓർ റിസർച്ച് വിത്തിൻ അവർ ഫീൽഡ്. ഓക്കെ, നമ്മുടെ ഒരു ഫീൽഡിൽ വെച്ചിട്ട് സെയിം പ്രോബ്ലത്തിനെ കുറിച്ച് ആരെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് റിസർച്ച് നടത്തേണ്ടതില്ല. എന്നാലും നമ്മൾ ഒരാൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, നമ്മൾ ആ ഒരു റിസർച്ചിൽ നിന്ന് നമ്മുടെ റിസർച്ച് എങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് കാണിക്കണം. ഓക്കെ, അങ്ങനെ ആ ഒരു ഗ്യാപ്പിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വീണ്ടും റിസർച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, റിസർച്ച് ഗ്യാപ്പ് is simply a topic or area for which missing or insufficient information limit the ability to research a conclusion for a question. മനസ്സിലാക്കുക, റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ്. ഇത് എങ്ങനെയാണ് ഈ ഏരിയ ഓഫ് സ്റ്റഡി കിട്ടുന്നത്, ഒരു മിസ്സിങ് ഇൻഫർമേഷൻ ഉണ്ടാവാം. ചില സമയങ്ങളിൽ സെയിം ടോപ്പിക്കിനെ കുറിച്ച് ആരെങ്കിലും ഒരാൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന ഏരിയ അവരെന്ത് ചെയ്തിട്ടില്ല, കവർ ചെയ്തിട്ടില്ല, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, റിസർച്ച് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു ഇടവണ്ണ ഏരിയയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയയിലുള്ള ആളുകൾക്ക് പല സിംറ്റംസുകൾ കാണിച്ചിട്ട് പല അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, ലങ് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ടൊബാക്കോയാണ് കാരണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ടൊബാക്കോനെ കുറിച്ച് മാത്രമേ അവിടെ പഠനം നടത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻസറിനെ കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാഹനങ്ങളിൽ നിന്ന് പുക വരുന്ന മലിനീകരണങ്ങൾ, ഈ ഒരു കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ ഒരു മലിനീകരണം, പുക മലിനീകരണം എങ്ങനെ ലങ് ക്യാൻസറിന് കാരണമാവുന്നു എന്നുള്ളത് അവിടെ ഒരു റിസർച്ച് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ടാമതൊരു സ്റ്റേജാണ് റിസർച്ച് ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മറ്റു പല ആളുകളും ഈ ഒരു റിസർച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ എന്തെല്ലാമാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്, അവർ കണ്ടെത്തിയ സൊല്യൂഷൻ എന്തെല്ലാമാണ്, അത് നമ്മുടെ റിസർച്ചിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ നൽകണം. റിസർച്ച് ഗ്യാപ്പ് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു സബ് പോയിൻ്റാണ് റിവ്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ഓക്കെ, റിവ്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്തിനാണ്, എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അതെന്തിനാണ് നടത്തുന്നത് വെച്ചാൽ നമ്മൾ റിസർച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള സെയിം ടോപ്പിക്ക്, നമ്മളെ ഏരിയയെക്കുറിച്ച് മറ്റുള്ളവർ പഠിച്ചിട്ടുള്ളതിനെക്കുറിച്ച് അവരുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട്, അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ലിറ്ററേച്ചർ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, അത് വായിക്കുക. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രിലിമിനറി സ്റ്റെപ്പ് ബിഫോർ അറ്റംപ്റ്റിംഗ് ദ പ്ലാൻ ഓഫ് ദി സ്റ്റഡി. ഓക്കെ,
all the relevant material connected with the selected problem are to be reviewed. ഓക്കെ, നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അഥവാ നമ്മുടെ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് സെലക്ട് ചെയ്യണം, അത് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അത് എങ്ങനെ നമ്മുടെ റിസർച്ചിനെ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ നൽകണം. അതിന് നമ്മൾ റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ നമ്മൾ പറയുന്നത്. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളത് ഒരു ചാപ്റ്റർ തന്നെയാണ് റിസർച്ചിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, തേർഡ് സ്റ്റേജ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. ഓക്കെ, നമ്മൾ ആദ്യം റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ആ പ്രോബ്ലത്തിനെ കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുള്ള പഠനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. അത് എങ്ങനെ നമ്മുടെ പഠനവുമായിട്ട് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് സോഴ്സ് ഓഫ് ദ ഇൻഫർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. ഏത് തരം സോഴ്സ് നമ്മൾ നമ്മുടെ റിസർച്ചിന് യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, എന്താണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിപ്പെൻഡ്സ് അപ്പോൺ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ ഏത് തരം റിസർച്ച് നടത്തുന്നുള്ളത് സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് തീരുമാനിക്കുന്നത്. ദർ ആർ മെയിൻലി 3 സോഴ്സ് ഓഫ് ഡാറ്റ. ഡോക്യുമെൻ്ററി സോഴ്സ്, ഓക്കെ, ബോത്ത് ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ. ഓക്കെ, പേഴ്സണൽ സോഴ്സ് ആൻഡ് ലൈബ്രറി സോഴ്സ്. 3 സോഴ്സിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഏത് പോപ്പുലേഷനെ കുറിച്ചാണോ പഠിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ഡോക്യുമെൻ്റ് ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യാം. അത് നമ്മൾ ഡോക്യുമെൻ്ററി സോഴ്സസ് എന്ന് വിളിക്കാം. ഓക്കെ, റിപ്പോർട്ട്സുകളാവാം, സ്റ്റാറ്റിസ്റ്റിക്സുകളാകാം, മാനുസ്ക്രിപ്റ്റ്സുകളാവാം, ലെറ്റേഴ്സുകളാക്കാം. ഇതൊക്കെ എന്താണ്, ഡോക്യുമെൻ്ററി സോഴ്സുകളിൽ നിന്നാണ്. ഈ ഒരു സോഴ്സസുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻഫർമേഷൻ അഥവാ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഡോക്യുമെൻ്ററി സോഴ്സ് 2 രീതിയിലുള്ള ഡോക്യുമെൻ്ററി സോഴ്സ് ഉണ്ട്. പ്രൈമറി സോഴ്സും അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സും. ഓക്കെ, പ്രൈമറി സോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ കളക്റ്റഡ് റിസർച്ച് കളക്ട് ഇൻഫർമേഷൻ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി സോഴ്സ് എന്ന് വിളിക്കുന്നത്. അഥവാ നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ചറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ഫസ്റ്റായിട്ട് കളക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം. ഓക്കെ, ക്വസ്റ്റ്യനെയർ നമ്മൾ ഓരോ വ്യക്തികളെ ബന്ധപ്പെട്ട് അഥവാ നമ്മൾ റിസർച്ചിൻ്റെ പോപ്പുലേഷനുമായുള്ള ആളുകളെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഡാറ്റ ഡയറക്റ്റായിട്ട് റിസർച്ചർ തന്നെ കളക്ട് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഒക്കെ പല മെത്തേഡ്സുകളുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സസ്, ആരെങ്കിലും എന്ത് ചെയ്യുക, അവരുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത ഡാറ്റ അത് നമ്മുടെ റിസർച്ചിന് റെലവൻ്റ് ആണെങ്കിൽ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ച് നടത്താം. അതിന് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക, നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് റിസർച്ചർ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയും, പ്രൈമറി സോഴ്സും, അല്ലാത്തതിന് നമ്മളെന്ത് ചെയ്യാം, സെക്കൻഡറി സോഴ്സും വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഏത് സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസർച്ചിന് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു സ്റ്റേജാണ് നേച്ചർ ഓഫ് ദി സ്റ്റഡി. ഏത് തരത്തിലുള്ള സ്റ്റഡിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റിസർച്ച് ഡിസൈനിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, നേച്ചർ ഓഫ് സ്റ്റഡി, ഹി വാണ്ട്സ് ടു അസർട്ടൈൻ വെദർ ദ സ്റ്റഡി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ഒരു കോമ്പിനേഷൻ ഓഫ് ഓൾ. പല തരത്തിലുള്ള നേച്ചർ ഓഫ് സ്റ്റഡി ഉണ്ട്. ചില സമയങ്ങളിൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആവും. സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എന്ന് വിളിക്കും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി, ഏതെങ്കിലും രണ്ട് വേരിയബിൾ എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 2 കമ്പനി, 2 കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്
കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് അത്തരത്തിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് ആണെങ്കിൽ അതിനെ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ഓക്കെ, സയൻറ്റിഫിക്കൽ സ്റ്റഡിയാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡിയൊക്കെ ആണെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതിനൊക്കെ കോമ്പിനേഷൻ ഓഫ് ഓൾ അത്തരത്തിലുള്ള സ്റ്റഡികളും ആവാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റഡിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണോ, കമ്പാരിറ്റീവ് സ്റ്റഡിയാണോ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയാണോ, അതോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റഡിയാണോ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റിസർച്ച് ഡിസൈനിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അടുത്തൊരു സ്റ്റേജാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി ആൻഡ് ഹൈപ്പോത്തിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിസർച്ചിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് തന്നെ ഒബ്ജക്റ്റീവ്സിലൂടെയാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സെക്കൻഡറി ഒബ്ജക്റ്റീവ്സുകളും ഉണ്ടാവും. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലവുമായിട്ട് ടോപ്പിക്കുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ അത് റിസർച്ച് ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ് പിന്നീട് അങ്ങോട്ട് റിസർച്ച് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ബേസിലാണ് നമ്മൾ ഏത് തരത്തിലുള്ള സ്റ്റഡി, അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നത് എല്ലാം ഒബ്ജക്റ്റീവ്സ് ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക. ഹൈപ്പോത്തിസിസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ അസംഷൻ ഓർ ഇമാജിനേഷൻ ഓഫ് എ റിസർച്ചർ ബിഫോർ കണ്ടക്ടിങ് എ റിസർച്ച്. ഓക്കെ, ഒരു റിസർച്ച് നടത്തുന്നതിന് മുമ്പ് ആ ഒരു ഏരിയയെക്കുറിച്ചുള്ള, ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അടുത്ത സ്റ്റേജാണ് ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. ഏത് ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൊബാക്കോ യൂസ് ലങ് ക്യാൻസർ. ഓക്കെ, ടൊബാക്കോ യൂസ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്നുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലുള്ള ആളുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എടവണ്ണ ഏരിയയെക്കുറിച്ചാണെങ്കിൽ എടവണ്ണയിലുള്ള ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഐഡൻറ്റിഫൈ ചെയ്യണം, ഏത് ഏരിയയെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളത്. Okay, the physical boundaries of the area to be covered for study should be specified, mentioned in the research design. അടുത്താണ് socio cultural context of the study. If problem is related with human beings, then socio cultural pattern ഓഫ് പീപ്പിൾ ഈസ് ടു ബി അസേർട്ടൈൻ. ഓക്കെ, നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ലങ് ക്യാൻസർ വരുന്നതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവരുടെ സോഷ്യോ കൾച്ചറൽ പാറ്റേൺ, അവരുടെ ഏജ്, അവരുടെ അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും, ഓക്കെ, അവരുമായി ബന്ധപ്പെട്ട സോഷ്യോ കൾച്ചറൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മെൻഷൻ ചെയ്യണം റിസർച്ച് ഡിസൈനിൽ. ഐഡൻറ്റിഫൈയിങ് വേരിയബിൾസ്. പല സമയങ്ങളിലായിട്ട് വേരിയബിൾ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുമ്പോഴാണ് വേരിയബിൾസ് ഉണ്ടാവുക. ഓക്കെ, വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിൾ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം ഓർ ദി എൻവിയോൺമെൻറ്റ് ദാറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ റിസർച്ച് സ്റ്റഡി. ഓക്കെ, റിസർച്ച് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട, ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ് നടത്തുന്നത്, ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് ഒരു റിസർച്ചാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഏജ്, അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പിൽ പെടുന്നു, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻകം, ഈ കാര്യങ്ങളൊക്കെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ഇതാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു സ്റ്റേജാണ് ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ. ഏത് ബേസിലാണ് നമ്മൾ ഡാറ്റ, റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത് ഏത് ബേസിലാണ് തീരുമാനിക്കുന്നത്? രണ്ട് ഫാക്ടറാണ്, ടൈം ഫാക്ടറും അതുപോലെ തന്നെ കോസ്റ്റ് ഫാക്ടറും. മറ്റു ഫാക്ടറുകൾ ഉണ്ടാവും, ഇതാണ് പ്രധാനപ്പെട്ട 2 ഫാക്ടർ. ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ഫാക്ടർ ഡിറ്റർമിൻ ദ ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ. ഓക്കെ, സാധാരണ രീതിയിൽ 2 തരത്തിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്ന്, നമ്മൾ
ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയിലുള്ള ആളുകളുടെ ലങ് ക്യാൻസറിൻ്റെ സാധ്യതകൾ, എത്രത്തോളം ലങ് ക്യാൻസറുകൾ ബാധിക്കുന്നുണ്ട്, അതിന് എന്താണ് കാരണം, ടൊബാക്കോ ആണോ ലീഡ്സ് ടു ക്യാൻസർ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് ശരിയാണോ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്ക് ലങ് ക്യാൻസർ വരാനുള്ള കാരണം ടൊബാക്കോ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ ആളുകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ വിസ്തൃതിയും അതുപോലെ തന്നെ അതിലുള്ള ആളുകളുടെ എണ്ണവും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ആളുകളെ അപ്രോച്ച് ചെയ്യണമെങ്കിലും നല്ല ടൈമും അതുപോലെ തന്നെ കോസ്റ്റും ഇൻകർ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്, നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ ഏരിയയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ആ ടോട്ടൽ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ യൂണിവേഴ്സിൻ്റെയും ഇനി ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യും, ആ യൂണിവേഴ്സിനെ മൊത്തത്തിൽ പഠിക്കുന്നതിന് പകരം, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. മലപ്പുറം ആളുകളെ മൊത്തത്തിൽ എല്ലാവരെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം മലപ്പുറം ആളുകളിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മൾ സാമ്പിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. പല ടെക്നിക്ക് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ടെക്നിക്ക് ഓഫ് സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മലപ്പുറം ഏരിയയിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. 100-200 ആളുകളെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്ന് പറയും. ഓക്കെ, ഈ ഒരു സാമ്പിൾ ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ടോട്ടൽ യൂണിവേഴ്സ്. ഓക്കെ, മൊത്തത്തിലുള്ള മലപ്പുറം ഏരിയയിലുള്ള ആളുകളെ പ്രതിനിധീകരിക്കുന്നതാണെന്ത്, നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അഥവാ മലപ്പുറം ഏരിയയിലുള്ള ആളുകളുടെ ആ ഒരു ഫീച്ചർ ആർക്കുണ്ടാവും, നമ്മുടെ ഒരു സാമ്പിളിന് ഉണ്ടാവും. യൂണിവേഴ്സിൻ്റെ ഫീച്ചർ സാമ്പിളിനുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ അവരെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 100-200 സാമ്പിളുകൾ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ 100 സാമ്പിളാണെങ്കിൽ ആ ഒരു 100 സാമ്പിളിനെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. ആ 100 സാമ്പിളുകളിൽ നിന്നാണ്, 100 സാമ്പിൾ ഓഫ് പേഴ്സൺ, ആ ഒരു വ്യക്തികളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, ഒന്ന് ടൈം, എല്ലാവരും നമുക്ക് കാണാനുള്ള സമയമില്ല, അതുകൊണ്ട് ടൈം ലാഭിക്കാം, അതുപോലെ തന്നെ കോസ്റ്റും ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ നമ്മൾ എങ്ങനെയാണോ കണ്ടെത്തുന്നത്, അതിൽ നിന്ന് സാമ്പിളിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, ഏത് തരത്തിലുള്ള സാമ്പിളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സാമ്പിളുടെ സൈസ് എത്രയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റേജാണ് ടെക്നിക്ക് ഓഫ് ദി സ്റ്റഡി. ഓക്കെ, ടെക്നിക്ക് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ്. ഓക്കെ, നെസസറി ഡാറ്റ ആർ ടു ബി കളക്റ്റഡ് ഫോർ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏത് ടെക്നിക്കാണ്, എ സൂട്ടബിൾ ടെക്നിക്ക് ഈസ് ടു ബി ഡിസൈർഡ് ഫോർ കളക്ടിങ് ഡാറ്റ. ഓക്കെ, പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ. ഒന്ന് എന്ത്, ഒബ്സർവേഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ നേച്ചറിനനുസരിച്ചാണ് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്റ്റഡിയൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക ഒബ്സർവേഷനാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചർ എവിടെ പോവും, എവിടെയാണോ ഏത് പോപ്പുലേഷനെ കുറിച്ചാണോ പഠിക്കുന്നത് ആ പോപ്പുലേഷനെ ഒബ്സർവ് ചെയ്യുക. അവരോട് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ചോദിക്കുന്നോ കാര്യങ്ങളൊന്നുമില്ല, അവരുടെ മൂവ്മെൻറ്റ്സുകൾ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സർവേഷൻ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ. ഓക്കെ, നമ്മുടെ റിസർച്ച് പോപ്പുലേഷനെ നമ്മളെന്താ ഇൻ്റർവ്യൂ നടത്താം, സാമ്പിളിനെ നമ്മൾ ഇൻ്റർവ്യൂ നടത്താം. ഓക്കെ, നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ട ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിസർച്ച് നടക്കാം. അല്ലെങ്കിൽ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ. ഷെഡ്യൂൾഡ് എന്ന് പറയുന്നതും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനെയർ പോലെയുള്ള ഒരു ഫോർമാറ്റാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ, നമുക്കറിയാം എന്താണ് ക്വസ്റ്റ്യനെയർ എന്നുള്ളത്. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റെസ്പോണ്ടൻസിനോട്, ആരുടെ പക്കലിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേരാണ് റെസ്പോണ്ടൻസിന് നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. അവരത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, തിരികെ തരും. ഓക്കെ, ഇങ്ങനെ പല പല മെത്തേഡ്സുകൾ, പല പല ടെക്നിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഏത് ടെക്നിക്കാണ് നമ്മൾ റിസർച്ചിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ഡിസൈൻ്റെ സമയത്ത് സാധാരണ രീതിയിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിലാണ്
ഈ ഒരു മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കാറുള്ളത്. ദ എക്സ്പെരിമെൻറ്റേഷൻ ഷുഡ് കൺസിഡർ ദ വേരിയബിൾ വിച്ച് ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. നമ്മളൊരു എക്സ്പെരിമെൻറ്റ്സ് സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ ആണെങ്കിൽ, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ആണെങ്കിൽ മാത്രമേ എററിൻ്റെ ഒക്കെ ഒരു ചാൻസ് ഉള്ളൂ, വേരിയബിൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഗിവൺ സിറ്റുവേഷനിൽ തന്നെയാണ് എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സുകളൊക്കെ എടുക്കണം. ഇത്രയും സ്റ്റേജസുകളാണ് ഒരു റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകൾ. ഓക്കെ, അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ച് ചെയ്യല്ല, റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റിസർച്ചിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ റിസർച്ച് ഡിസൈനിൽ പ്രതിപാദിപ്പിക്കണം. ഓക്കെ.